അമ്മ ആ സഹോദരനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലെ വികാരം, വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും വികാരമെല്ലാം സ്നേഹത്തിന്റെ വികാരത്തിന് വഴിമാറുന്ന ഒരു വലിയ വിസ്മയം അവിടെ സംഭവിച്ചുവെങ്കിൽ അതാണ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്. പകരം വീട്ടുവാനല്ല, മറിച്ച് പകരം സ്നേഹം മാത്രം സമ്മാനിക്കുവാനും നീതി സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് പ്രഖ്യാപിക്കുവാനും അത്രേ ക്രിസ്തു ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഫലസ്തീനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആരംഭിച്ച ക്രിസ്തു സഭ ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ന് ഛത്തീസ്ഗഡിൽ നടക്കുന്ന പീഡനങ്ങളുടെ ഒരു പരമ്പര അന്നു മുതൽ ഇന്നോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടെയാണ്. അതുകൊണ്ട് സഹനവും പീഡനവും ഒന്നും ക്രിസ്തു സഭയ്ക്ക് ഒരു പുത്തരിയല്ല. ഞങ്ങൾ അതിൽ ഭയപ്പെടുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അസഹനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിങ്ങളെല്ലാവരും ടിവിയിലും വീഡിയോയിലും ഒക്കെ കണ്ടതാണ് ആ പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ ചെയ്യാത്ത കുറ്റത്തിന് ആൾക്കൂട്ടം വിചാരണ ചെയ്യുമ്പോഴും അവരെ അടിക്കുവാൻ മതതീവ്രവാദികൾ കൈയൊങ്ങുമ്പോഴും മദർ തെരേസയെ പോലെ, യേശു കർത്താവിനെ പോലെ ഉള്ളിൽ വിദ്വേഷവും പകയുമില്ലാതെ മൗനത്തോടുകൂടി ഇരിക്കുന്ന ആ കന്യാസ്ത്രീകൾ, അങ്ങനെ അവർക്ക് പ്രതികരിക്കുവാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്, അവരുടെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ടവർ അവർക്ക് അക്ഷരാഭ്യാസം കൊടുക്കുവാനും അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും അവരുടെ സാമൂഹ്യ സാമ്പത്തിക വിമോചനത്തിനായി പ്രവർത്തിക്കുവാനും കടന്നു ചെല്ലുന്ന മിഷണറിമാരെ തകർക്കുവാനായിട്ട് ആര് ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല. നിങ്ങളതിൽ പരാജയപ്പെടുകയുള്ളൂ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയും എത്രയും പെട്ടെന്ന് സർക്കാരും അധികാരികളും നിയമസംഹിതയും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ച് ആ നിരപരാധികളെ, കന്യാസ്ത്രീകളെ എത്രയും പെട്ടെന്ന് വിട്ടയച്ച് സമൂഹത്തിൽ നീതി, നമ്മുടെ രാജ്യത്ത് നീതി, മതേതരത്വവും നമ്മുടെ ഭരണഘടന നമുക്കെല്ലാവർക്കും നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഒക്കെ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടണം. ഒരു പ്രാർത്ഥനാ യജ്ഞമാണ്. സംഘാടകരോട് പ്രത്യേകിച്ച് അഭിമന്യ പിതാവായ മർക്കുറിലോസ് പിതാവിനോടും സഹോദര പിതാക്കന്മാരോടും ഈ സമൂഹത്തോടും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കന്യാസ്ത്രീകളോടുമുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മതേതരത്തിന് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി ഈ പീഡനം അനുഭവിക്കുന്ന ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരോട്, കന്യാസ്ത്രീകളോടുള്ള ഐക്യദാർഢ്യം വളരെ വിനയപൂർവ്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. പ്രാർത്ഥന യജ്ഞത്തിന് പ്രസംഗിക്കുന്നതിനായിട്ട് CSI സഭയുടെ മധ്യ കേരള മഹായിടവയുടെ മുൻ ബിഷപ്പ് ഡോക്ടർ തോമസ് സാമുവേൽ തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സഭാഭാരവാഹികളെ, സന്യസ്തരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മതേതരത്വത്തെ തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കുന്ന ഈ അവസരത്തിൽ നീതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനീതിക്ക് എതിരെ പ്രതിഷേധിക്കുകയാണ്. മതാധിഷ്ഠിതമായി തീർക്കാനുള്ള ഒരു പ്രവർത്തനത്തെ, സമീപനത്തെ ഒരിക്കലും ഞങ്ങൾ വെച്ചു പൊറുക്കില്ല. ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ഇന്ന് പലരും, രാജ്യം ഭരിക്കുന്നവരും പലരും. ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചത്
ഭരണവർഗത്തിൻ്റെ താല്പര്യവും സഹായവും കൊണ്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റം ആരോപിച്ച് നീതി നടത്തേണ്ട ഭരണ സംവിധാനം പോലും അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഗീയ നീക്കങ്ങളെയും എതിർക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. ക്രൈസ്തവ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചത് അപലപനീയമാണ് എന്ന് പറയട്ടെ. എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന നിയമ സംവിധാനം ഉണ്ടാവണം. എല്ലാവരുടെയും മതവിശ്വാസത്തെ മാനിക്കണം. പല രാഷ്ട്രീയ സംഘടനകളും അവരുടെ പോഷക സംഘടനകളും ഛത്തീസ്ഗഡിലെ ബഹുസ്വരതയ്ക്ക് കളങ്കം ഏൽപ്പിച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ്. ചിലരുടെ അസഹിഷ്ണുത എത്ര ഭീകരമാണ് എന്ന് ഛത്തീസ്ഗഡ് സംഭവം ഓർമ്മിപ്പിക്കുന്നു. ജോലി കൊടുക്കുവാനായിരുന്നു കന്യാസ്ത്രീകൾ ആഗ്രഹിച്ചത്. അവിടെ മനുഷ്യക്കടത്തും മതപരിവർത്തനവുമല്ലായിരുന്നു. ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങൾ ഇവിടെ ധ്വംസിക്കപ്പെടുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഇത് കെട്ടിച്ചമച്ച ഒരു കേസ് തന്നെയാണ്. ക്രൈസ്തവർക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും എതിരായുള്ള അക്രമ സംഭവങ്ങൾ ഇന്ന് വർദ്ധിക്കുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ സർക്കാർ നടപടിയെടുക്കണം. എല്ലാ ജനവിഭാഗം ഇന്ന് പ്രത്യേകിച്ച് തുറുങ്കിലടക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരികളെ യോജിപ്പിക്കണമെന്ന് മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗ്യൂറീസ് മാർ അപ്രയ മെത്രാപ്പൊലീത്ത ഇപ്പോൾ സംസാരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്ദനായ കൂറിലോസ് തിരുമേനി, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഈ ഉപവാസയജ്ഞത്തിന് പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയ MLA മാത്യു ജി തോമസ്, 2 സന്യാസിനികൾ ഛത്തീസ്ഗഡിൽ ദുർഗയിൽ അറസ്റ്റിലായി. ഇന്ന് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. അവർ ജയിലിലാണ്. ഈ കേസ് NIA കോടതിയിലേക്ക് മാറിയിരിക്കുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്ക് എതിരെ ആൾക്കൂട്ട വിചാരണ വഴി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആരും വിചാരിക്കരുത് ഈ 2 പേരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭയത്തിലാണ് എന്ന്. പാവപ്പെട്ടവർക്ക് സ്നേഹ ശുശ്രൂഷ നൽകുവാൻ ഇറങ്ങിത്തിരിച്ച ഈ സന്യാസിനികളുടെ വഴികളിൽ ഭയം ഇല്ല. കാരണം ക്രിസ്തു അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനും എൻ്റെ ആത്മാവും നിങ്ങളോടൊപ്പമുണ്ട്. അവർ ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പിന്നെ എന്തിനാണ് ഈ 2 പേരെ പ്രതി ഇത്ര വലിയ പ്രതിഷേധം? കേരളത്തിലും ഇന്ത്യയിൽ പ്രതിഷേധം എന്തിന്? വിശ്വാസികളും പൊതുസമൂഹവും അവരോട് എന്തിനാണ് ഇത്രമാത്രം ഐക്യദാർഢ്യം കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ പരിശുദ്ധമായ ഭരണഘടന ഇവിടെ ലംഘിക്കപ്പെടുകയാണ് എന്നുള്ളതിന് സംശയമില്ല. ഭരണഘടനയുടെ മതേതര മൂല്യം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു പൗരന് അവന്റെ മതവിശ്വാസം പ്രഘോഷിക്കുവാനും അത് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്.
നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് മതേതര ഭാരതത്തിന് അപമാനമാണ് ഈ രണ്ടുപേരും ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് സത്യമാണ്. 1947 മുതൽ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 2.5% താണുകൊണ്ടേയിരിക്കുകയാണ്, കൂടുന്നില്ല ഒരിക്കലും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. സഭ അതിന്റെ സ്വഭാവത്തിൽ തന്നെ മിഷനറിയാണ്, സ്വൈഹികമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമാണ്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് അത്. ഭരണഘടനയ്ക്ക് മുകളില് മതപരിവർത്തന നിയമം വഴി ഇന്ന് പല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ ക്രൂശിക്കപ്പെടുന്നു എന്നത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്താണ് ഈ നിയമം കർണാടകയിൽ കൊണ്ടുവന്നു. അടുത്ത ഗവൺമെന്റ് വന്നപ്പോൾ ആ നിയമം എടുത്തു കളഞ്ഞു. ഛത്തീസ്ഗഡിലെ നിയമസഭയില് അല്ലെങ്കിൽ അവിടെ ഈ നിയമം ഈ പാർട്ടി തന്നെ പണ്ട് കൊണ്ടുവന്നതാണ്. ഞാനിവിടെ പാർട്ടി രാഷ്ട്രീയമൊന്നും പറയുകയല്ല. പാവപ്പെട്ട ആദിവാസികളെ നിർബന്ധിച്ച് പരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം ഈ നിയമത്തിന്റെ വലിയ ബലഹീനത തന്നെയാണ്. ഈ നിയമത്തിന്റെ പേരിലുള്ള ചൂഷണം ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി അനുഭവിക്കുന്നുമുണ്ട് എന്നതും സത്യം തന്നെയാണ്. ഭരണാധികാരികൾ കൂടുതൽ ജാഗ്രത പുലർത്തുക, അവരുടെ കണ്ണുകൾ തുറക്കേണ്ടത് ആ സമയമാണിത്. ഈ രണ്ട് സന്യാസിനികളോടുള്ള ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവല്ലയുടെ ജനകീയ ശബ്ദം, തിരുവല്ലയുടെ ജനപ്രതിനിധി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പ്രാർത്ഥന യജ്ഞത്തിന് അധ്യക്ഷനായി നേതൃത്വം നൽകുന്ന തിരുവല്ല അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത തിരുമേനി, യാക്കോബായ സഭയുടെ മരണം ഭദ്രാസന അതിരുവൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, കനാനായ കത്തോലിക്ക സഭയുടെ അഭിവന്യ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനി, CSI സഭയുടെ അഭിവന്യ തോമസ് ശാമുൽ തിരുമേനി, ഓർത്തഡോക്സ് സഭയുടെ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മർത്തോമ സഭാ സെക്രട്ടറി VT മാമനച്ചൻ, വികാരി ജനറൽ മാത്യു ഓണച്ചൻ, സഭാ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൻ, ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, വളരെ അത്യപൂർവമായ ഒരു സംഭവത്തോട് പ്രതികരിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞ 26-ാം തീയതി ബജ്രംഗ് ദളിന്റെ ചില പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ, മലയാളികളായ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പോലീസിന്റെ കസ്റ്റഡിയിലായി, ജയിലിലായി. ഇപ്പോൾ NIA കോടതിയുടെ പരിഗണനയിൽ അവരുടെ വിഷയം നിൽക്കുകയാണ്. ഇവിടെ നേരത്തെയുള്ള പ്രസംഗങ്ങൾ സൂചിപ്പിച്ചു, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമൂഹ്യ വളർച്ചയിൽ മിഷണറിമാരും കന്യാസ്ത്രീകളടക്കമുള്ള പ്രവർത്തകരും അർപ്പിച്ചിട്ടുള്ള ത്യാഗോജ്വലമായ സേവനങ്ങളെ ഒരു നിമിഷം പോലും നമുക്ക് മറന്നു കളയാൻ കഴിയില്ല. പള്ളിക്കൂടങ്ങളില്ലാതിരുന്നിടത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നിരക്ഷരതയെ തുടച്ചു മാറ്റാൻ വേണ്ടി വലിയ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ സമർപ്പിച്ചതോടൊപ്പം
ആരോഗ്യ മേഖലയിൽ രാജ്യത്തുടനീളം ത്യാഗോജ്വലമായ സംഭാവനകൾ സമർപ്പിച്ചതോടൊപ്പം ചൂഷണത്തിന് വിധേയരായി ഒരു രൂപത്തിലും സാമൂഹ്യ പുരോഗതി കൈവരിക്കുവാനുള്ള സാഹചര്യങ്ങളില്ലാതെ അവയെല്ലാം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് അവ ലഭ്യമാക്കി കൊടുക്കുവാൻ ഉപജീവനത്തിനുള്ള അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തക്കവണ്ണമുള്ള അവരെ പ്രാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ടാണ് സന്യാസ സമൂഹം ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മികത കേവലം ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന ഉത്തമ ബോധ്യത്തിൽ സാഹസികമായ പരിക്കുകൾ വന്നാൽ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായാണ് ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ആ മേഖലയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യ രാജ്യം ഇന്ന് ഇത്രമാത്രം വളർന്നെങ്കിൽ സമ്പൂർണമായി വളർന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നാട്ടിലെ പട്ടിണി, നാട്ടിന്റെ സാമൂഹ്യ അവസ്ഥ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേട്ടത്തിന്റെ പിന്നിൽ നമ്മുടെ കന്യാസ്ത്രീകളും സഹസംഘടനവും അർപ്പിച്ച സേവനങ്ങൾ ആർക്കും വില കുറച്ച് കാണാൻ കഴിയില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അപ്പൊ അവരുടെ ആത്മീയ ബോധം എന്ന് പറയുന്നത് ദേവാലയങ്ങളിൽ പ്രാർത്ഥന, എല്ലാ ദിവസവും അവരുടേതായ നിരന്തരമായ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളിൽ സായുജ്യമടഞ്ഞ് വിശ്രമ ജീവിതം നടത്തി ജീവിതം അവസാനിപ്പിക്കുകയല്ല, ഇടപെടേണ്ടുന്ന സാമൂഹ്യ രംഗങ്ങളിൽ സാഹസികമായി ഇടപെടാൻ അർത്ഥവത്തായ ആത്മീയത അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ അവർ മുന്നോട്ട് വന്നത്. ഇതൊരു നിർബന്ധിത മതപരിവർത്തനമൊന്നുമല്ല, നിർബന്ധിത മതപരിവർത്തനവുമല്ല, മതപരിവർത്തനവുമല്ല, മതപ്രബോധനവുമല്ല. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവകാശം മൗലിക അവകാശമായി ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരിമാർ, കന്യാസ്ത്രീകൾ അത്തരത്തിൽ ഒരു മതപ്രചരണമോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എന്തെങ്കിലുമല്ല അവിടെ ചെയ്യാൻ ശ്രമിച്ചത്. തികച്ചും മാനുഷികമായ ഒരു പ്രവൃത്തി, തീർച്ചയായും ക്രൈസ്തവ സ്നേഹത്താൽ നിർബന്ധിതരായി മാനുഷികമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. അവിടെ ഭരണകൂടം ഇത്രമാത്രം ക്രൂരമായി ഇടപെടുന്നതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് പിന്നിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഈ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, മറ്റ് വേദികളിൽ വെച്ച് ഞാനത് കൂടുതൽ പച്ചയായി പറയാം. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം രാഷ്ട്രീയമല്ലല്ലോ എന്ന ബോധ്യത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കുറെ നാളുകളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, മണിപ്പൂരിലടക്കം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങൾക്ക് പിന്നിലുള്ള അജണ്ടകൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ അതിലേക്ക് വിശദമായി പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ ഇന്നുള്ള ഒരു പ്രശ്നം, നിയമത്തിന്റെ ഘടകങ്ങൾ എടുത്തു നോക്കിയാൽ, കമ്പോണൻസ് എടുത്തു നോക്കിയാൽ പോലും ഒരു രൂപത്തിലും കുറ്റം ചെയ്തേണ്ടതിന് ആവശ്യമായ പ്രവർത്തികൾ ഒന്നിലും ഉൾപ്പെടാതിരിക്കുന്ന ആളുകൾ. ഒരു പ്രവൃത്തി കുറ്റകൃത്യമാണെങ്കിൽ നിയമവ്യവസ്ഥയുടെ ലംഘനമാകണം. ആ നിയമവ്യവസ്ഥയുടെ ലംഘനത്തിൽ ഘടകങ്ങളായി ചേർത്തിരിക്കുന്ന എല്ലാം കൂടി ചേർത്തതിന് ശേഷം അവർക്ക് ഒരു മെൻസ്രിയ, അതായത് മനഃപൂർവമായി അത്തരത്തിലൊരു ഒരു പ്രവൃത്തി ചെയ്യാൻ ലക്ഷ്യമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഒരു രൂപത്തിലും കുറ്റകൃത്യമായി മാറേണ്ടുന്ന ഒരു പ്രവൃത്തിയുടെ ഘടകങ്ങൾ ഒന്നുമില്ലാതിരിക്കുകയും ഇവരാരോപിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാനുള്ള ലക്ഷ്യമോ ഉദ്ദേശമോ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ 100% നിരപരാധികളായ കന്യാസ്ത്രീകളെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വതന്ത്രമായി സാമൂഹ്യ പ്രവർത്തനം നടത്തുകയായിരുന്ന, നാട് നന്നാവണമെന്ന് ആഗ്രഹിച്ച് മനുഷ്യരെല്ലാവരും നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച 2 സഹോദരിമാരെയാണ് ഇന്ന് തുറുങ്കിലടച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന മാനുഷിക പ്രശ്നം.
അവിടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ ക്ഷമിക്കണം, ഇത് കത്തോലിക്ക സമുദായത്തിന്റെയോ ക്രൈസ്തവരുടെ ഒരു പ്രശ്നമല്ല. ഇതൊരു നാടിന്റെ സാമൂഹ്യ പ്രശ്നമാണ്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ മുഴുവൻ പ്രശ്നമായി ഈ പ്രശ്നത്തെ കൊണ്ടുവരേണ്ടെന്ന ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, മറ്റാളുകളുണ്ടല്ലോ. ഒന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും നമ്മുടെ എല്ലാവരുടെയും വലിയ സഹതാപം അർഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, വലിയ ഒരു കയ്യടി അർഹിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. കാൽവറി കുരിശിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ യേശുദേവൻ സഹിച്ച ആ വേദന സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് പോലെ തികഞ്ഞ അഭിമാനത്തോടെ ഒരു റിവാർഡ് കിട്ടുന്ന സന്തോഷത്തോടു കൂടിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥ മുമ്പിൽ ഈ സിസ്റ്റർമാർ നിന്നത് എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ സഹതാപമല്ല, നമ്മുടെയൊക്കെ അഭിനന്ദനമാണ് അവർ അർഹിക്കുന്നത്. ശൂന്യവൽക്കരിക്കപ്പെടുവാനുള്ള ഒരു ക്രൈസ്തവ മൂല്യം. ഇപ്പോ ആ ക്രൈസ്തവതയൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വക്രീകരിക്കപ്പെട്ട് എന്തെല്ലാം നേടിയെടുക്കാമോ, എന്തെല്ലാം കെട്ടിപ്പടുക്കാമോ അതൊക്കെയാണ് മൂല്യമെന്ന് വികലമായി ചിന്തിക്കുന്നിടത്ത് അർത്ഥവത്തായ ക്രൈസ്തവ മൂല്യങ്ങളെ അവതരിപ്പിക്കുവാൻ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കയ്യടിക്ക് അർഹരാണ് ഞാൻ സൂചിപ്പിച്ചത്. ഭൗതികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളല്ല ജീവിത വിജയമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റാളുകൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, പീഡനങ്ങൾ എന്നുള്ളതാണ് ഈ തരുണത്തിൽ നമുക്ക് പ്രത്യേകമായി കാണാനുള്ളത്. അതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി എല്ലാം നഷ്ടപ്പെട്ട് അവസാനത്തോളം അനുസരണമുള്ളവരായി മാറുവാനുള്ള, ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തോട് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കുവാനുള്ള അവരുടെ ഒരു അഭിനിവേശം, അവരുടെ ഒരു ആർജവം ഒരുപക്ഷെ ഇന്ത്യയിലെ മതേതര സമൂഹത്തിൽ നൽകുന്ന വലിയ ഒരു സന്ദേശമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തു മതത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ക്രിസ്തുവേശുവിനുള്ള ഭാവം തങ്ങളിലുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പീഡനങ്ങളുടെ മുമ്പിൽ പതറാതെ, ഭയചകിതരാകാതെ, ഏത് അനർത്ഥങ്ങൾ ഉണ്ടായാലും തങ്ങൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തെ മുറുകെ പിടിക്കുമെന്നും തങ്ങളുടെ കൂടപ്പിറപ്പുകളായ ഏത് മതത്തിൽപ്പെട്ടവരോടാണെങ്കിലും തങ്ങൾക്കുള്ള ബാധ്യത നിറവേറ്റുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നുമുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന യജ്ഞമായി ഈ പ്രാർത്ഥനാ യജ്ഞം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അഭിനന്ദനങ്ങൾ അവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഭരണകൂടത്തിന് വ്യക്തമായ സന്ദേശവും നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രവർത്തികളെ വികൃതമാക്കി കുറ്റകൃത്യങ്ങളാക്കി മാറ്റി കുപ്പായമിടുകയോ അല്ലെങ്കിൽ സന്യാസവേഷം ധരിക്കുകയോ ചെയ്യുന്ന ആളുകളെ തെറ്റുകാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്ക് ഒരു അവസാനം ഉണ്ടാകണം. നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹ്യ ജീവിതത്തിൽ കാലഘട്ടങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഭരണകൂടത്തിന് കഴിയണം. എവിടെയാണ് സ്റ്റേറ്റ് പരാജയപ്പെട്ടത്? സ്വാഗത പ്രസംഗത്തിൽ സിസ്റ്റർ അതാണ് പറഞ്ഞത്. സ്റ്റേറ്റ്, സംസ്ഥാന നേതൃത്വത്തിലല്ല, ഭരണ സംവിധാനം പരാജയപ്പെട്ടിടത്തേക്കാണ് നമ്മുടെ സിസ്റ്റർമാർ പ്രവർത്തന മേഖല കണ്ടെത്തി അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയല്ല, അവർക്ക് പ്രോത്സാഹനം നൽകുകയാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് ഗവൺമെന്റുകളെ, കേന്ദ്ര, സംസ്ഥാന, ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റിനെ അടക്കം അവരെ ഉത്ബോധിപ്പിക്കുവാനും നമ്മുടെ ഈ പ്രാർത്ഥന യജ്ഞത്തിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തികഞ്ഞ മനസ്സാന്നിധ്യത്തോടുകൂടി ഇതുവരെ നിലനിന്ന സിസ്റ്റർമാർക്ക് ആ ധൈര്യം തുടർന്നും നിലനിർത്തുവാൻ ജഗദീശ്വരൻ കരുണ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഊമ്മനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
യോഗത്തിന്റെ അധ്യക്ഷൻ അഭിമന്യനായ കുറിലോസ് തിരുമേനി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലങ്കര മാർത്തോമാ സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത അഭിമന്യ ബർണ്ണബാസ് തിരുമേനി, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയ അഭിമന്യ ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി, അഭിമന്യ തോമസ് ഓമൽ തിരുമേനി, അഭിമന്യ അബ്രഹാം തിരുമേനി, പ്രിയപ്പെട്ട MLA ശ്രീ മാത്യു ടി തോമസ്, മാർത്തോമാ സഭയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ABSN, പ്രിയപ്പെട്ട അൻസിൽ, വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ആദരണീയരായ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യ ബോധമുള്ള രാജ്യസ്നേഹികളായ ഞങ്ങളെ കേൾക്കുന്ന ഏവരുമേ, ഈ കൂട്ടായ്മയും ഈ പ്രാർത്ഥനായജ്ഞവും നീതിക്കായി വിശുദ്ധ ദാഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും ഭരണഘടനയും കാത്തുസൂക്ഷിക്കുവാൻ ഓരോ ഇന്ത്യക്കാരനും കൂടുതലായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പ്രാർത്ഥനായജ്ഞം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന ഗുരുതരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളാണ്, അതിന്റെ തുടക്കങ്ങളാണ്, ആ ഈറ്റുനോവിന്റെ ആരംഭമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്ന പച്ചയായ യാഥാർത്ഥ്യം കേരളത്തിലെ, ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളും തീർച്ചയായും ഒറ്റക്കെട്ടായി നിന്ന് കാണണമെന്ന് ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യമായി ദൈവത്തിന്റെ മാലാഖമാരാകുന്ന ആ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥനാപൂർവമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് നടന്നതെന്ന് കൃത്യമായി ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ, ഓരോ മലയാളികളും കണ്ടതാണ്. ഒരാൾക്കൂട്ട വിചാരണ തന്നെ അവിടെ നടത്തി ശിക്ഷ വിധിക്കുകയാണ്. ആരുടെ മുമ്പിൽ വെച്ച്? പോലീസ് അധികാരികളുടെ മുമ്പിൽ വെച്ച്. ഈ ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ടം സംഘം ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ ഒരു പൗരനെ തടഞ്ഞു വെച്ചിട്ട് കയ്യേറ്റം ചെയ്തിട്ടും അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കുവാൻ, അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കുവാൻ, അവരെ ഒന്ന് ശാസിക്കുവാൻ പ്രാപ്തിയില്ലാത്തൊരു ഭരണകൂടമാണ്. ആ സംസ്ഥാനത്ത് നിയമവാഴ്ചയുണ്ടോ എന്നൊരു ഇന്ത്യൻ പൗരൻ ചോദിച്ചാൽ അവനെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ട മാലാഖമാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവിടെ നേരിടേണ്ടി വന്നത്. ആ ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കുവാൻ അവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ഏറെ ലജ്ജാകരമായ ഒരു സംഗതിയാണ്. തീർച്ചയായും പോലീസ് അവിടെ പക്ഷാപാതപരമായി പെരുമാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഈ 2 ദിവസങ്ങൾക്ക് 3 ദിവസങ്ങൾക്ക് മുമ്പ് രക്ഷകരായി അവതരിപ്പിച്ച പലരും നമ്മളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ഇന്ത്യയോടും ഒക്കെ പറഞ്ഞു, ബെയിൽ ആപ്ലിക്കേഷൻ കോടതി വരുമ്പോൾ ഞങ്ങൾ എതിർക്കുകയില്ല, സർക്കാർ പ്രോസിക്യൂട്ടർ എതിർക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെല്ലാവരും കണ്ടു, ബെയിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ ആ ബെയിൽ ആപ്ലിക്കേഷനെ എതിർക്കുന്നത്, അതിന്റെ ഉത്തരവ് വന്നപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി. ഈ കപടമുഖം അങ്ങ് കേരളത്തിന്റെ അതിർത്തി വിട്ട് കർണാടകത്തിലേക്കോ വടക്കോട്ടോ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പീഡനമാണ്. പക്ഷെ കേരളത്തിലോട്ട് വന്നാലോ അങ്ങ് ലാളനമാണ്. അങ്ങ് ചേർത്ത് വെക്കുക, കേക്ക് തരുന്നു, ചായ തരുന്നു, മധുരം തരുന്നു. പക്ഷെ ആ കേക്കിന്റെ കൂടി ഇത്ര വിഷമമുണ്ട് എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷക്കാർ വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളുടെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, 2014 കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 127 ക്രൈസ്തവർക്കെതിരെ ഫയൽ ചെയ്തതായ കേസുകളാണ്, 127 കേസുകളാണ് ഇന്ത്യയിലെ മഹാരാജ്യത്ത് ഉണ്ടായത്. 2024 അവസാനിക്കുമ്പോൾ, ബാക്കി വർഷത്തെ കണക്കുകൾ ഞാൻ പറയുന്നില്ല, 2024 അവസാനിക്കുമ്പോൾ 834 കേസുകളാണ് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെ നോർത്ത് ഇന്ത്യയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്
ഭീതിജനകമായ ഒരു കണക്കാണ്. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം 2 കള്ളക്കേസുകളെങ്കിലും കൃത്യമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ആ തിരുമേനി ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് ഇന്നലെ നമ്മുടെ ഒരു MP, മലയാളിയായ ഒരു MP കൃത്യമായി ചോദിക്കുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉണ്ട്. അദ്ദേഹം BJPയുടെ പ്രസിഡന്റ് നഗ്നയോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? പിന്നെ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ചോദിക്കുന്നു, അങ്ങ് പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലല്ലേ? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളായോ? നിങ്ങളോട് ആരോടെങ്കിലും അവിടുത്തെ അധ്യാപകരോ മാനേജ്മെന്റോ മതപരിവർത്തനത്തിന് ആഹ്വാനം നൽകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞോ എന്ന് മലയാളികളുടെ ഒരു MP നട്ടലോടുകൂടി പാർലമെന്റിൽ ചോദിക്കുന്നത് ഓരോ മലയാളിയും അഭിമാനത്തോടെ കണ്ടതാണ്. ഈ മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഓരോ പീഡനങ്ങളും, ഓരോ മർദ്ദനങ്ങളും, ഓരോ കള്ളക്കേസുകളും തീർച്ചയായും ഈ സേവനത്തിന് കൂടുതൽ ഉത്സാഹം കൂട്ടുന്നതാണ്. ഈ സമർപ്പിത സേവനത്തിന് കൂടുതൽ സമർപ്പണം നൽകുവാനുള്ള ഒരു ആഹ്വാനമാണ്. അത് ക്രിസ്തുവിന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റേഴ്സ് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാരെ കണ്ടില്ലെന്ന് നടിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ മഹാരാജ്യം നിന്ദനയായി തീർന്നിരിക്കുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആരോടും ഒരു ഔദാര്യവും ചോദിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് അവകാശമായി നൽകുന്ന ആ മതസ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസപരമായും മറ്റുമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ വൈദികർക്കെതിരെ, നമ്മുടെ മിഷണറി പ്രവർത്തകന്മാർക്കെതിരെ നടക്കുന്നതായ ഈ പക്ഷാപാതപരമായ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടക്കുന്നതായ പക്ഷാപാതപരമായ ഈ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കുവാൻ ജനാധിപത്യ ബോധമുള്ള, ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന മൂല്യബോധമുള്ള ഓരോ വ്യക്തിയും, ഇത് കത്തോലിക്ക സഭയുടെയോ ക്രൈസ്തവരുടെയോ വിഷയമല്ല, ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ ജനാധിപത്യങ്ങളുടെയും വിശ്വാസികളുടെയും അവരുടെ നിലനിൽപ്പിന്റെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ നമ്മളുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പാതയെ വർദ്ധിച്ച വീര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ ദൈവനിശ്ചയമായിരിക്കും ഇങ്ങനെ ഒരു സഹകരണവും കൂട്ടായ്മയും ബോധവൽക്കരണവും ഉണ്ടാകുവാൻ, എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കുവാൻ, ഈ അപകടസ്ഥിതി എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഒരുപക്ഷെ സ്വർഗത്തിലെ ദൈവം ഈ സിസ്റ്റേഴ്സിനെ ഉപയോഗിച്ചതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ആ ഒരു ഐക്യത്തോടെ മുന്നേറുവാൻ, ഈ നീതി നിഷേധത്തിനെതിരെ പോരാടുവാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ പോവുക. നീതിക്കായി വിശുദ്ധ ദാഹിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലും ഈ പോരാട്ടത്തിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. മലങ്കര മാർത്തോമാ സഭയുടെ സഭാ സെക്രട്ടറി ABT മാമനച്ചനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ സഭാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാരിൽ രണ്ടുപേര് ഈ ഭാരത ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ധർമ്മത്തിനുമൊക്കെ എതിരായിട്ട് അന്യായമായി തടങ്കലിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യം നാം പ്രഖ്യാപിക്കുകയും അവരെ ഓർത്ത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കിപ്പോൾ ആവശ്യമായിരിക്കുന്നത് ശാരീരികമായ ശക്തി എന്നതിനേക്കാളുപരി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരെ പ്രാപിച്ചുകൊണ്ട് അനീതിക്കെതിരെ,
അക്രമത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെ ക്രിസ്തീയമായ രീതിയിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി അവർക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം. ഞാനൊന്നും വിശദീകരമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ പല വശങ്ങൾ എനിക്ക് മുമ്പ് പ്രസംഗിച്ചതായ ആളുകളെ വളരെയധികം വിവേകത്തോടും വളരെയധികം പക്വതയോടും കൂടെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ക്രൂശിന്റെ മാർഗമാണ്, സഹനത്തിന്റെ മാർഗമാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ക്രൂശിനപ്പുറത്ത് ഒരു കിരീടമുണ്ട്, സഹനത്തിനപ്പുറത്ത് ഒരു സാഫല്യമുണ്ട് എന്നുള്ളത് ആണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സഹോദരിമാര് അവര് അനീതിപരമായ ഇടപെടലുകളിൽ കൂടി അല്ലെങ്കിൽ ഒട്ടും മനുഷ്യത്വപരമായ രീതികളൊക്കെ നിഷേധിക്കപ്പെട്ട് അന്യായമായിട്ട് ജയിലിൽ അവർ അടയ്ക്കപ്പെടുമ്പോൾ അവരുടേതായുള്ള സാക്ഷ്യവും അവരുടേതായ അവിടുത്തെ ആ ഒരു സാമീപ്യവും എല്ലാം സുവിശേഷത്തിന് കൂടുതൽ മുഖാന്തരമായി തീരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന. പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന ഇതായിരുന്നു: എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ട് തീരണം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുവാനായിട്ട് പോകുന്നത്. അത് തന്നെയാണ് സഹനത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള നമ്മുടെ സഭാമക്കളൊക്കെ നമ്മളോട് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് എൻ്റെ സഹോദരങ്ങളോട്, അല്ലെങ്കിൽ അന്യായമായി ഈ സിസ്റ്റേഴ്സിനെ തടങ്കലിൽ വെച്ചിരിക്കുന്ന സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഇപ്രകാരമുള്ള സഹനങ്ങളിൽ കൂടിയും പീഡനങ്ങളിൽ കൂടിയും ക്രിസ്തീയ സഭ ഒരിക്കലും സുവിശേഷ ദർശനത്തിൽ നിന്ന് പിന്മാറുകയില്ല. കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ഈ ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിന്റെ ഒന്നായ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് മുമ്പേ ഇവിടെ കൂർലോസ് തിരുമേനിയൊക്കെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കന്യാസ്ത്രീമാരെ നീതിപരമായ മാർഗത്തിൽ കൂടി ഭരണഘടനയോട് അല്പമെങ്കിലും കൂറും ഭരണഘടനയോട് അല്പമെങ്കിലും സ്നേഹവും ഉണ്ടെങ്കിൽ എത്രയും ഈ ദേശത്തിന് വാക്കുകൾ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിസ്റ്റേഴ്സിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവിധമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. നമ്മുടേതായുള്ള പോരാട്ടങ്ങളിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഒരു ക്രിസ്തീയമായ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ നാം ഇതിനോട് പ്രതികരിക്കുന്നതിൽ കൂടി ഈ നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വാഴ്ത്തട്ടെ. മലങ്കര മർത്തോമാ സഭയുടെ ആത്മായ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻസിൽ സക്കറിയ കോമാട്ട് സംസാരിക്കുന്നു. ആദരനായ അഭിമന്യ കൂർലോസ് തിരുമേനി, അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട പ്രതികരണ ശേഷിയുള്ള ആത്മായ സമൂഹമേ, സന്യസ്തരെ, സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന്റെ കിരാതമായ അപലപനീയമായ നിയമവിരുദ്ധ നടപടികളിലൂടെ ജയിലിലായിരിക്കുന്ന വേളയിലാണ് നാം ഇങ്ങനെ പ്രാർത്ഥനായി അജ്ജമായി കൂടിയിരിക്കുന്നത്. 2025 നടന്ന ഒറ്റപ്പെട്ട സംഭവമായി നാം ഇതിനെ കാണുവാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായി, പ്രഥമ സർക്കാർ രൂപീകൃതമായി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രഥമ രാഷ്ട്രപതിയെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിച്ചു. ഒരു ക്ഷേത്രത്തിന്റെ ആരംഭ ഉദ്ഘാടനം ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: രാഷ്ട്രപതി ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആശ്വാസകരമല്ല എന്ന്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് മതമേലധ്യക്ഷന്മാരെ താലമേന്തി സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് പിറകിലായി നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നാം കാണുകയുണ്ടായി. മതപരിവർത്തന നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1977 ഒറീസ സംസ്ഥാനം ആദ്യമായി മതപരിവർത്തന നിയമം പാസാക്കി. ആയത് വളരെ നിഷ്കളങ്കമാണ്, ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധൂകരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ
മധ്യപ്രദേശിൽ പിന്നീട് 1980-കളിൽ മതപരിവർത്തന നിയമം പാസാക്കി. എന്നാൽ ഈ നിയമങ്ങളിലൊന്നും ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനത്തെ തുരങ്കം വയ്ക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീടുണ്ടായ സംസ്ഥാന നിയമങ്ങളിലും പഴയ നിയമങ്ങളിലുമെല്ലാം വളരെ ആസൂത്രിതമായി ഒരു നിയമം എഴുതി ചേർത്തു, ഒരു വാക്ക് എഴുതി ചേർക്കുകയുണ്ടായി. ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് എഴുതി ചേർക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ചരിത്രം പഠിക്കുമ്പോൾ, നിയമ കേസുകൾ പഠിക്കുമ്പോൾ ഫോഴ്സ്ഡ് കൺവേർഷൻ തെളിയിക്കുവാൻ പ്രയാസമാകിയാൽ കൺവേർഷന് വേണമെങ്കിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി മേടിക്കണമെന്നുള്ള ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മതപരിവർത്തന നിയമങ്ങളെ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ അനേക സംസ്ഥാനങ്ങളിൽ പിന്നീട് മതപരിവർത്തന നിയമം പാസാക്കുകയുണ്ടായി. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ മതപ്രചാരണവും മതബോധനവും മതപരിവർത്തനവും സംബന്ധിച്ച് സ്ഥിരമായി ഇത്തരം നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന വ്യക്തി സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. അന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് റോഹിൻടൻ നരിമാൻ ആ ഹർജിക്കാരനോട് ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ ഈ ഹർജി പിൻവലിക്കുന്നുണ്ടോ? പിൻവലിക്കുന്നില്ല എങ്കിൽ 1 ലക്ഷം രൂപ കോസ്റ്റ് അടിക്കുമെന്ന് പറയുകയുണ്ടായി. ഹർജിക്കാരനെതിരെ 1 ലക്ഷം രൂപ കോസ്റ്റ് അടിച്ചതിന് നമ്മൾ വായിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയും ആ ഹർജിയിന്മേൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു വേളയിലാണ് നാം ഇവിടെ പ്രാർത്ഥനാ യജ്ഞമായി ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ സിസ്റ്റർ പ്രീതിയുടെയും സിസ്റ്റർ വന്ദനയുടെയും കാര്യത്തിൽ നിയമ പോരാട്ടങ്ങളും നിയമ നടപടികളുമായി മാത്രമല്ല, ഈ കാര്യത്തിലുള്ള ബോധവൽക്കരണ നടപടികളുമായി പ്രാർത്ഥനയുമായി ക്രൈസ്തവ സമൂഹവും ആത്മായ സമൂഹവും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് മുതൽക്കൂട്ടാകുവാൻ, അതിന് ധൈര്യം പകരുവാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത്, എന്തിനാണ് ആദ്യമേ നിയമ പോരാട്ടങ്ങൾ, ചരിത്ര പോരാട്ടങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതൊരു ആസൂത്രിതമായ, വളരെ ബുദ്ധിപൂർവമായ, കാൽക്കുലേറ്റഡ് ആയുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ഇത്തരം നീക്കങ്ങൾക്കും ഇത്തരമായ നടപടികൾക്കും വളരെയധികം പ്രസക്തിയുണ്ടെന്ന് പറയുവാൻ കൂടെ ഞാൻ ഈ വേളയിൽ അർപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. അത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയുടേതോ ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെയോ വാക്കുകളല്ല, എന്റെ വ്യക്തിപരമായ വാക്കുകൾ മാത്രമാണെന്ന് ആമുഖത്തിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ അനേകം ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഒരു ചെകിടത്തടിച്ചാൽ മറ്റൊരു ചെകിട് കാണിക്കുന്ന ക്രൈസ്തവ സമൂഹം, ആശരണഹീനരെയും ആലംബഹീനരെയും അസുഖബാധിതരെയും സൂക്ഷിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകൾ ഇവിടെ കേൾക്കുകയുണ്ടായി. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വേറൊരു സംഭവമുണ്ട്. അത് 3 വർഷക്കാലം ക്രൈസ്തവ അല്ലെങ്കിൽ ദൈവിക മൂല്യങ്ങൾ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ സംഭവം തന്നെയാണ്. സമൂഹത്തിലെ തെറ്റുകൾ കണ്ടപ്പോൾ, സമൂഹത്തിലെ അനീതികൾ കണ്ടപ്പോൾ, സമൂഹത്തിലെ അധർമ്മം കണ്ടപ്പോൾ ചാട്ടവാർ എടുത്തടിച്ച യേശുവിനെ മാതൃകയാക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം വിസ്മരിക്കുവാൻ പാടില്ല. നാടിന്റെ തെറ്റുകൾ കാണുമ്പോൾ, അധർമ്മങ്ങൾ കാണുമ്പോൾ, അനീതികൾ കാണുമ്പോൾ ഒരുപക്ഷെ മുൻനിരയിൽ നിൽക്കുന്നവർ നമ്മോട് പറഞ്ഞില്ല എങ്കിൽ പോലും ചാട്ടവാർ എടുക്കുവാൻ കഴിവുള്ള, ആത്മധൈര്യമുള്ള, ശാരീരികമായ ധൈര്യമുള്ള ആത്മായ സമൂഹം പിന്നിലുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ മറക്കുവാൻ പാടില്ല എന്ന് സധൈര്യം ഈ വേളയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനാ യജ്ഞവുമായി സത്യഗ്രഹവുമായി പോകുന്നതിനപ്പുറമായി വേദപുസ്തകത്തിലെ സംഭവത്തെ ആധാരമാക്കിക്കൊണ്ട് ചാട്ടവാർ എടുക്കുവാനും നിയമ പോരാട്ടങ്ങൾ നടത്തുവാനും ധൈര്യമുള്ള സമൂഹമാണ് എന്ന് നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മണിപ്പൂരും ഛത്തീസ്ഗഡും ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനിയും ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും നമ്മുടെ രാജ്യത്തിന്റെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിനിമയെ നിങ്ങൾക്ക് നിശബ്ദമാക്കാം, പത്രത്താളുകളെ നിങ്ങൾക്ക് നിശബ്ദമാക്കാം, എല്ലാം നിശബ്ദമാക്കി വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാമെന്ന് ഇനിയും കരുതുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികളും എടുക്കുവാനുള്ള ധൈര്യപൂർവമായ സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ കൂടി നമ്മൾ തയ്യാറായിരിക്കണമെന്ന് പറയുവന്നുകൊണ്ട് ഈ എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് വ്യക്തിപരമായ നിലയിലും മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ആത്മായ ട്രസ്റ്റി എന്ന നിലയിലുമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ
സുവിശേഷ പ്രസംഗ സംഘം സെക്രട്ടറി ബഹുമാനപ്പെട്ട ABK ജോഷുവ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൊർണലിയോസ് തിരുമേനി, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്നേഹിതരെ, വളരെ സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് നാമൊക്കെ ഈ ദിനങ്ങളിലായിരിക്കുന്നത്. ഭാരതത്തിന്റെ ആത്മാവിന് മുറിവേറ്റ വളരെ നീചമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ കഴിഞ്ഞ 2000 വർഷമായിട്ട് സ്നേഹ സാമ്രാജ്യത്തിന്റെ സന്ദേശവുമായിട്ട് ലോകമെമ്പാടും യാത്ര ചെയ്യുന്ന ക്രൈസ്തവ സമൂഹം ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ AD 52 കർത്തശിഷ്യനായ വിശുദ്ധനായ തോമസ് അപ്പോസ്തലനാൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിന് ഈ ഭാരതത്തിൽ ബീജാവാപം നൽകിയെങ്കിൽ അന്നു മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു ന്യൂമറിക്കൽ സ്ട്രെങ്തിനായിട്ട് ക്രൈസ്തവ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ക്രൈസ്തവ സഭ മൈനോറിറ്റി ആയിരുന്നുവെങ്കിലും, ന്യൂനപക്ഷമായിരുന്നുവെങ്കിലും, 2% സ്നേഹം വർഷിപ്പിക്കുന്നതില് ക്രൈസ്തവ സഭ ഭൂരിപക്ഷമായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് മിഷണറിമാരാണെങ്കിലും പ്രേക്ഷിതരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സന്യസ്തരാണെങ്കിലും സന്യാസിനിമാരാണെങ്കിലും അവരുടെ സാന്നിധ്യം കൊണ്ട് യേശു കർത്താവിന്റെ സ്നേഹം പകരുവാൻ തക്കവണ്ണമാണ് പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത്. അക്ഷര ലോകത്ത് അനേക ആയിരങ്ങൾ അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അക്ഷര ലോകത്തേക്ക് ഭാരത ജനതയെ കൈപിടിച്ചുയർത്തുവാൻ ആതുര ശുശ്രൂഷ മേഖലകളില് കാരുണ്യത്തിന്റെയും സ്വാന്തനത്തിന്റെയും സാന്നിധ്യമാകുവാൻ മറ്റാരാണ് ഈ രാജ്യത്ത് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. എന്നെ കേൾക്കുന്ന ആർക്കും തന്നെ അത് നിഷേധിക്കുവാനായിട്ട് ഭാരതത്തിലേക്ക് നോക്കുന്ന കേന്ദ്രങ്ങൾ നോക്കിയാലും ഡിഫറന്റ്ലി ഏബിൾ ആയിട്ടുള്ള അനേക ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് സ്വാന്തനമേകുവാനായിട്ട് ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു പെരുമാറുവാനായിട്ട് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഈ സമയത്ത് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭയുടെ ചരിത്രം നോക്കുന്ന സമയത്ത് കനൽ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു ചരിത്രമേ ക്രൈസ്തവ സഭയ്ക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ നോക്കുന്നതായിട്ടുള്ള സമയത്ത് എല്ലാം ഈ സഭയുടെ പ്രേക്ഷിതരാണെങ്കിലും, കർത്തവ ശിഷ്യന്മാരാണെങ്കിലും, ഈ സഭയുടെ പിതാക്കന്മാരാണെങ്കിലും, ഈ സഭയുടെ ആത്മായ സമൂഹമാണെങ്കിലും എല്ലാ കാലവും സ്നേഹം പകരാനായിട്ട് സഹനത്തിന്റെ വഴി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പാത അങ്ങനെയുള്ള പാത തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കണ്ണടയുന്നത് വരെ ഈ സഹനപാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ജയിലിൽ അടച്ചിരിക്കുന്ന ഈ സന്ദർഭത്തില് അവരോട് ചേർന്ന് നിന്ന് നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, മതേതര ദർശനം ഉൾക്കൊള്ളുന്ന നല്ല പൗരന്മാരെല്ലാം ഇതിൽ അണിചേരും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ എത്രയോ രാജ്യങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളവരുണ്ട്, എത്രയോ ഭരണകർത്താക്കൾ ക്രൈസ്തവരായിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യത്ത് ഇതര മതത്തിൽപ്പെട്ട ആരെയെങ്കിലും ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രം ഇന്ന് ലോകത്തിൽ കാണാൻ സാധ്യമല്ല. എന്നാൽ ഭാരതത്തിന്റെ ആത്മാവിന് മുറിവേറ്റിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പേരിൽ ടിബറ്റൻ ബോർഡർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ മിഷണറിമാരുടെയും
എല്ലാ ഇവാഞ്ചലിസ്റ്റിന്റെയും എല്ലാ അനുബന്ധ ശുശ്രൂഷകരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇതിന്റെ പ്രസിഡന്റായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി ഇന്നലെ അഭിമന്യ ക്ലിമീസ് കർദിനാൾ തിരുമേനിയോടൊപ്പം തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്കുള്ള മാർച്ചിൽ നേതൃത്വം നൽകിയും അങ്ങനെയും ഞങ്ങൾ ഞങ്ങളുടെ ഐക്യദാർഢ്യം പങ്കിടുകയുണ്ടായി. ഈ പ്രത്യേക സന്ദർഭത്തില് പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനത്തിന്റെ എല്ലാ ഐക്യദാർഢ്യവും അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. നമ്മുടെ ഈ പ്രത്യേക പ്രാർത്ഥനാ യജ്ഞം അനേകരുടെ കണ്ണു തുറപ്പിക്കുവാനും ഭാരതത്തിന്റെ മതേതര ദർശനം ഉയർത്തിപ്പിടിക്കുവാനും സ്നേഹത്തിന്റെ ശുശ്രൂഷ തുടരുവാനും നമ്മെ പുനഃസമർപ്പണം ചെയ്യുന്ന അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കന്യാസ്ത്രീ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട്